റോന്ത് ഇന്ന് റിലീസായ സിനിമ. ഷാഹി കബീർ ഇലവീഴ പുഞ്ചിറയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹം എഴുതിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വർഷം ഭയങ്കര ഹിറ്റായി. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവാണ് ഇതിൽ ലീഡ് റോൾസിൽ വരുന്നത്. ഇത് റോന്ത് തന്നെയാണ് ഈ സിനിമ. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു രാത്രിയിലെ പെട്രോളിംഗ് ആണ് സിനിമയിലൂടെ കാണിക്കുന്നത്. 2 മണിക്കൂറാണ് കൃത്യം ഡ്യൂറേഷൻ. ഇത്രയും സമയം ഇത് തന്നെയാണ് ഇവരുടെ ഒരു ജേണിയാണ്. ഒരു ദിവസം ഒരു സന്ധ്യ ഒരു 5 മണി 5:30ക്ക് ശേഷം പിറ്റേന്ന് വെളുപ്പിനെ ഒരു 9 മണി 10 മണി ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എനിക്ക് നന്നായിട്ട് വർക്കായി സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവർ കാണിക്കുന്നു. നമ്മൾ ഓക്കെ ആ രീതി ഇരിക്കുവാണ്. പിന്നെ ഒരു 20 മിനിറ്റ് നൈറ്റ് സീൻ ഈ സിനിമയിൽ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് ഇന്നാവും. പിന്നെ നമ്മൾ ഇവരുടെ കൂടെ തന്നെ അങ്ങ് സഞ്ചരിക്കും തീരുന്നിടം വരെ. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ഇതിൽ എല്ലാ ഇതുമുണ്ട്, ഇമോഷൻസും ഉണ്ട്. അതായത് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫണ്ണുണ്ട്, ത്രില്ലുണ്ട്, ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഭയങ്കര ഗ്രിപ്പിംഗ് ടൈറ്റ് സ്ക്രീൻ പ്ലേ ആണ്. ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇലവീഴ പുഞ്ചിറ അത് എഴുത്തിലും അത്രയും തന്നെ പ്രസക്തി മേക്കിങ്ങിലും അതിലുണ്ടായിരുന്നു. അത്ര ആ ഒരു ഫീലൊക്കെ അതൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ വൻ വൈബായിരുന്നു. സൗണ്ട് ഡിസൈനും ക്യാമറയും നമ്മൾ ഇലവീഴ പുഞ്ചിറ പോയൊരു ഫീലായിരുന്നു അത് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഇതിലേക്ക് വരുമ്പോൾ മേക്കിംഗ് അത്രയും ഗംഭീരമായിട്ട് തോന്നിയില്ല. ഇത് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് സ്ക്രിപ്റ്റിൽ എന്താണുള്ളത് അത് അതേപോലെ ഷൂട്ട് ചെയ്തതായിട്ട് തോന്നിയുള്ളൂ. അല്ലാതെ മേക്കിംഗ് സ്ക്രിപ്റ്റിന് വേണ്ടി പോയതായിട്ടൊന്നും തോന്നിയില്ല. സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൽ തലവൻ. പെർഫോമൻസിനെ പറ്റി എടുത്തു പറയണം. സ്ക്രിപ്റ്റ് പോലെ തന്നെ പെർഫോമൻസും ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമ കൊണ്ടുവന്നത് ഫുള്ള്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്യണം. റോഷൻ മാത്യു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല ഇമോഷൻസ് ഉണ്ട്. ദിലീഷ് പോത്തൻ ഒരു രക്ഷയില്ല. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി അവിടെ വല്ലതും ഉണ്ടായിരുന്ന ഒരു സല്യൂട്ട് അടിക്കാൻ നമുക്ക് തോന്നുന്നു. അത്രയും അടിപൊളി പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പുള്ളിയുടെ കരിയർ ബെസ്റ്റാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഒന്നൊരു എഴച്ചിൽ വരുമ്പോഴൊക്കെ പുള്ളിയാണ് അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അടുത്തൊരു സീനി വന്നിട്ട്. ഈ സിനിമയെപ്പറ്റി ഇത് ധൈര്യമായിട്ട് പോയി കണ്ടോ. കാണാതിരിക്കാൻ തക്കവണ്ണം നെഗറ്റീവ് ഒന്നുമില്ല. എനിക്ക് ഒരു ഭയങ്കര വിസിബിൾ അവർ ശ്രദ്ധിക്കാതെ പോയൊരു പിഴവെന്ന് തോന്നിയ ഒറ്റ നെഗറ്റീവ് ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആണ്. അതിൽ തന്നെ ഡയലോഗ് മിക്സിങ് പലയിടത്തും ഇദ്ദേഹത്തിന് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെ ഡയറക്ടർ ഇദ്ദേഹമല്ല, അതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും അതിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിലത് ഭയങ്കരമായിട്ടുണ്ട്. ഡയലോഗ്സ് പലയിടത്തും മിക്സിങ് എറർ വന്നിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ചിലയിടത്തൊക്കെ ഒരു ചെറിയ എഴച്ചിലുണ്ട്. അത് ഈ സിനിമ കാണാതിരിക്കാൻ പറ്റിയ നെഗറ്റീവ് ഒന്നും അല്ല. സൗണ്ടിൻ്റെ കാര്യം ഇവർ ശ്രദ്ധിക്കായിരുന്നു, അതൊരു വലിയ പിഴവ് തന്നെയാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ കാണാതിരിക്കാനുള്ള ഒരു കാരണം പോലും ഇല്ല. ഇത് മസ്റ്റ് വാച്ച് ആണ് സിനിമ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അവസാനത്തെ സീൻസൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യും ഉറപ്പായിട്ടും. അതാണ് റിയാലിറ്റി. ഇപ്പോൾ ഒരു എൻ്റർടൈനർ പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 പോലീസുകാരോട് ഒരു ജേണിക്ക് നിങ്ങൾ റെഡിയാണെങ്കിൽ പൊക്കോളൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5 ആണ്.